ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹും സാദതുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ തവക്കുലാണ്, റബ്ബിൽ ഏൽപ്പിക്കും. ചിന്തിക്കണം, എല്ലാം റബ്ബിലേൽപ്പിക്കും, എല്ലാം റബ്ബിലേൽപ്പിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഏൽപ്പിക്കും, എല്ലാം റബ്ബിലേൽപ്പിക്കാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ എന്താ? മുത്തനബിയുടെ ഒരു ദുആ. ഈ ബഹുമാനപ്പെട്ട ഹിക്കമിന്റെ ശറഹിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ഖാദിൽ രേഖപ്പെടുത്തുന്നു മുത്തനബിയുടെ ഒരു ദുആ. എന്താ വെറുതെ ഇരിക്കണത്? മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ മുത്തനബിയുടെ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ലാ അംലികു നഫ്സി ളർറൻ വലാ നഫഅ. പ്രഭാതത്തിൽ ഹബീബ നബിയുടെ ദുആ, അല്ലാഹുവേ പ്രഭാതം വന്നു, ലാ അംലികു നഫ്സി ളർറൻ വലാ നഫഅൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. എന്റെ ഒരു കാര്യം എന്റെ കയ്യിലല്ല, ഒക്കെ എന്റെ കയ്യിലാണ്. ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ലാ അംലികു നഫ്സി ളർറൻ വലാ നഫഅൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. എന്റെ ഒരു കാര്യം, എന്റെ ഒരു ഉപകാരം എന്റെ കയ്യിലല്ല. എന്റെ ഉപദ്രവം പറ, എനിക്ക് വരുന്ന ഉപദ്രവം എന്റെ കയ്യിലല്ല. എനിക്ക് വരുന്ന ഉപകാരം പറയേ എന്റെ കയ്യിലല്ല. എന്റെ ജീവിതം എന്റെ കയ്യിലല്ല. എന്റെ മരണം എന്റെ കയ്യിലല്ല. എന്റെ പുനരുദ്ധാനം എന്റെ കയ്യിലല്ല. നീ തന്നതല്ലാതെ വാങ്ങാൻ എനിക്ക് കഴിയുകയില്ല. മുത്തിനബിക്ക് കഴിയില്ല, പിന്നെ നിനക്കും എനിക്കും കഴിയോ? നീ എനിക്ക് തന്നതല്ലാതെ വാങ്ങാൻ എനിക്ക് കഴിയില്ല. നീ തന്നത് വാങ്ങലല്ലാതെ എനിക്ക് കഴിയൂല. പിന്നെയോ നീ എന്നെ സംരക്ഷിച്ചതല്ലാതെ സംരക്ഷിക്കാനും സംരക്ഷിതനാവാനും എനിക്ക്, നീ എന്നെ സംരക്ഷിച്ചതിൽ സംരക്ഷിതനാവാൻ അല്ലാതെ എനിക്ക് വേറൊരു സംഗതി സംരക്ഷിതനാവാൻ എനിക്ക് കഴിയൂല. ചിന്തിക്കുകയും നീ പൊരുത്തപ്പെട്ടതിലേക്ക് നീ എന്നെ എത്തിക്കണമേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഇഷ്ടപ്പെട്ടതിലേക്ക് എന്നെ എത്തിക്കണേന്നല്ല, നീ ഇഷ്ടപ്പെട്ടതിലേക്ക് നീ എന്നെ എത്തിക്കണേ. എനിക്കിഷ്ടമുള്ളതിലേക്ക് നീ എന്നെ എത്തിക്കണേന്നല്ല, എനിക്കിഷ്ടമുള്ളതിലേക്ക്. പറ ചങ്ങ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിന്റെ ആഗ്രഹം മധുരം കഴിക്കാനായിരിക്കും, പക്ഷെ നല്ലത് മധുരം കഴിക്കാതിരിക്കലോ ആയിരിക്കും. മനസ്സ് ആഗ്രഹിക്കുന്നത് മധുരം കഴിക്കാനായിരിക്കും. മധുരം കഴിച്ചാലോ ഇളക്കാൻ കഴിയും, പിന്നെ നീക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടതിലേക്ക് ഞാൻ എത്തിയല്ല വേണ്ടത്. പറ, നീ ഇഷ്ടപ്പെട്ടതിലേക്ക്. നീയാണ് എൻ്റെ എല്ലാം. വളരെ ചിന്തിക്കണം. ഇവിടെ മൂന്നാമത്തെ ഒരാളില്ലേ, അതാരാ? നമ്മളുമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാൾ ഇവിടെ അല്ലേ? ആര്? അല്ലാഹു. പറ മനുഷ്യ, നമ്മളും ഉണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്. ഭൗതികവാദിക്ക് അവനുണ്ട്, അവന് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്. അപ്പോൾ ഇനി സമരമല്ലാത്ത നിർവാഹമല്ല. നമുക്ക് സമരം എന്നത് സബബാണ്, അല്ലാതെ മൽജ അല്ല. മൽജ ആരാണ്? അഭയം, സമരം. പറകുട്ടി, പറ മനുഷ്യ, നീ എന്താണ് ചിന്തിക്കാത്തത്? ഭൗതികവാദികൾ സംസാരിക്കുമ്പോൾ എങ്ങനെ ആത്മീയവാദികൾ സംസാരിക്കുക? ഭൗതികവാദികളെ പോലെ സംസാരിക്കുക. ആര് സംസാരിക്കണേ? ആത്മീയവാദി. ഒരു നിർവാഹമില്ല എന്ന് പറയാ. ഇങ്ങനെ ഒരു നിർവാഹമില്ലാതിരിക്കണേ. അള്ളാഹുവിന്റെ നിയമങ്ങളല്ലേ, അതിനപ്പുറത്ത് എന്ത് നിർവാഹം ഒരു മുഅ്മിനായ മനുഷ്യന്? അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ടതിലേക്ക് നീ എന്നെ എത്തിക്കണമേ, നീ എനിക്ക് തൗഫീഖ് നൽകണമേ. മിനൽ ഖൗലി വൽ അമലി, എല്ലാം നീ എനിക്ക് നൽകണമേ. വാക്ക്, പ്രവൃത്തി എന്താണെങ്കിലും. അല്ലാഹുമ്മ വഫി ആഫിയത്തിൻ വസിതിരിൻ, എന്നെ നീ ആഫിയത്തിലാക്കണമേ. സിതിരിൻ, എൻ്റെ അബദ്ധങ്ങളെ നീ മറച്ചു പിടിക്കണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരബദ്ധവുമില്ലാത്ത മനുഷ്യന്റെ ദുആ, ലോകത്തൊരബദ്ധമില്ലാത്ത മനുഷ്യന്റെ ദുആ മുഹമ്മദ് മുസ്തഫ. ഒക്കെ നീ മറച്ചു പിടിക്കണം, എനിക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ല. എൻ്റെ അബദ്ധങ്ങളെ നീ മറച്ചു പിടിക്കണം. ജീവിതത്തിൽ അബദ്ധമില്ലാത്ത മനുഷ്യന്റെ ദുആ മുഹമ്മദ് മുസ്തഫ. പറ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ലാ അസ്തതിഉ ദഫഅ മാ അക്റഹു, ഞാൻ വെറുക്കുന്ന കാര്യം തടയാൻ എനിക്ക് കഴിയൂല. മുഹമ്മദ് മുസ്തഫ. ഇമാം ഹാക്കിമി ഹദീസ് മുസ്തദ്രക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ലാ അസ്തതിഉ ദഫഅ മാ അക്റഹു, ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയൂല. വലാ അംലികു നഫഅ മാ അർജു, ഞാൻ കൊതിക്കുന്ന ഉപകാരത്തെ സിദ്ധിക്കാനും എനിക്ക് കഴിയൂല. വഅസ്ബഹ അൽ അംറു ബിയദി ഗൈരി, വഅസ്ബഹ അൽ അംറു ബിയദി ഗൈരി, കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല, ഒന്നും എൻ്റെ കയ്യിലല്ല. വഅസ്ബഹതു മുർതഹനം ബിഅമലിഹി, അല്ലാഹുവേ എൻ്റെ അമലിൽ ഞാൻ ബന്ധിതനാണ്. വലാ ഫഖീറുൻ അഫ്ഖറ മിന്നീ, എന്നെക്കാൾ വലിയൊരു ദരിദ്രൻ ഇല്ല. വലാ ഫഖീറുൻ അഫ്ഖറ മിന്നീ, എന്താ ഫഖീറിന്റെ അർത്ഥം? എന്താ ഫഖീറിന്റെ അർത്ഥം? ആവശ്യക്കാരൻ. വലാ ഫഖീറുൻ അഫ്ഖറ മിന്നീ, എന്നെക്കാളും വലിയ ആവശ്യക്കാരൻ പറ എന്റെ കണ്ണിൽ വേറല്ല. ആരിലേക്ക് ആവശ്യക്കാരൻ? പറ ആരിലേക്ക്? ചിന്തിക്ക, ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. ആരാണ് ഈ ദുആ നടത്തിയത്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ വിഷയം മർമ്മം എന്താ? യഖീനാണ് മർമ്മം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. യഖീൻ എടുത്തു പോയാൽ ഈമാന് ഒരു മാനയുമില്ല. യഖീൻ ഉണ്ടെങ്കിൽ തവക്കുൽ ഉണ്ടാവും, വളരെ ഖാലിസായ തവക്കുൽ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യഖീനിനേക്കാൾ വലിയൊരു കാര്യം മുഅ്മിനായ മനുഷ്യനില്ല. ഒരുപാട് മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ പ്രത്യേക മുഅ്മിനായ മനുഷ്യരുടെ അനുഭവങ്ങൾ ആ രംഗത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു യഹ്രിസ് അൻ തുസ്ബിഹ വ തുംസി മുഫവ്വിളൻ മുസ്തലിമൻ ലഅല്ലഹു യൻദുറു ഇലൈക ഫയർഹമുക. നീ നിന്റെ പ്രഭാതവും പ്രദോഷവും നീ ആരിലേൽപ്പിക്കണം? ചിന്തിക്കണം. നിന്റെ പ്രഭാതം നീ റബ്ബിലേൽപ്പിക്കണം, നിന്റെ പ്രദോഷം നീ റബ്ബിലേൽപ്പിക്കണം. അപ്പോൾ ലഅല്ലഹു യൻദുറു ഇലൈക ഫയർഹമുക, അല്ലാഹുവിന്റെ നല്ലൊരു നോട്ടം നിനക്ക് കിട്ടും. അപ്പോൾ നിനക്ക് അവൻ റഹ്മത്ത് ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറൊരാൾ, നീ നിന്നിലേക്ക് നോക്കണ്ട, നീ ആരിലേക്ക് നോക്കുക? ആരിലേക്ക് നോക്കുക? അല്ലാഹുവിലേക്ക് നോക്കുക. ഒരു പേടിക്കണ്ട. എന്ത് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? മദീനയിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു സഹോദരൻ ഈ മജ്ലിസിലുണ്ട്. മദീനയിലായിരുന്നു അവന് തൊഴിൽ. ഒരു സഹോദരൻ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്. അവനറിയാലോ, അത് ഞാൻ എന്നെ പറ്റിയാണ് ഈ പറയുന്നത്. ഒരു സഹോദരൻ ഈ കൂട്ടത്തിലുണ്ട്. മദീനയിലായിരുന്നു തൊഴിൽ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ മദീന വിട്ടു വരേണ്ടി വന്നു. പിന്നെ മനസ്സ് മുഴുവൻ മദീനയിലായി. പിന്നെ പോകാൻ കഴിഞ്ഞില്ല. എന്തിനു പേടിക്കണം? മദീനയിൽ മനസ്സുള്ള സമയത്തെല്ലാം അവൻ മദീനയിലാണ്. മനസ്സ് മദീനയിലെത്തിയ മതി. ചില ആളുകൾ മദീനയിലെത്തും, അവന്റെ മനസ്സ് ദുനിയാവിലായിരിക്കും. അവനൊരു കാലത്ത് മദീനയിലെത്താൻ കഴിയില്ല. മനസ്സ് മദീനയിലെത്തിയാൽ പിന്നെ ജീവിതം മുഴുവനും മദീനയിലായിരിക്കും. മനസ്സ് മദീനയിൽ എത്താതെയോ ശരീരം മദീനയിൽ എത്തിയിട്ട് കാര്യമില്ല. ശരീരം മദീനയിലേക്കും എത്തിയിട്ടുണ്ടാവും, പക്ഷെ അവന്റെ മനസ്സ് ദുനിയാവിലായിരിക്കും. അവനൊരിക്കലും മദീന എത്താൻ കഴിയില്ല. ഒരാൾ മദീനയിൽ എത്തിയതേ ഇല്ല, എന്നാൽ മനസ്സെന്നും എവിടെയിരുന്നു? മദീനയിലായിരുന്നെങ്കിൽ അവൻ മദീനയിൽ ജീവിച്ചു, മദീനയിൽ മരിച്ചു. മദീനയിൽ മരിച്ചവർക്ക് ശഫാഅത്ത് ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയെ ഖാസിദായ ഒരാൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടാവില്ല എന്ന് ആരുടെ പറഞ്ഞത്? മദീനയെ ഉദ്ദേശിച്ചത് മൂത്തേർത്ത് മരിച്ചാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉണ്ടാവില്ല എന്ന് ആരുടെ പറഞ്ഞത്? മൻ അറാദ അൻ യമൂത ബിൽ മദീനത്തി ഫൽയമൂത് ബിഹാ ഫഇന്നി അന ശാഫിഉ ലഹു യൗമൽ ഖിയാമ. ആഗ്രഹിക്കൽ മാത്രമാണ് ഉത്തരവാദിത്തം. അസ്ബാബുകൾ കൊണ്ടുവരേണ്ടത് ആരാണ്? അല്ലാഹുവാണ്. അവിടെ എത്തിയില്ല. അസ്ബാബ് അല്ലാഹുവിന് അറിയുന്ന രഹസ്യം ഉണ്ടാവും, അവനവിടെ എത്താൻ പാടില്ല. പക്ഷെ അവനവിടെ തന്നെയാണ്. എവിടെയാണ്? മൂത്തേർത്ത മരിച്ച്. പക്ഷെ മദീനയിൽ അക്ബർ. മദീനയിൽ മരിച്ചിട്ട് മൂത്തേർത്ത് അക്ബറുള്ളവരുണ്ടാവും. ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്തിട്ട് മൂത്തേർത്ത് മറവ് ചെയ്തപ്പെട്ടവരുണ്ടാവും. മൂത്തേർത്ത് മറവ് ചെയ്തിട്ട് മദീനയിൽ അക്ബറുള്ളവരുണ്ടാവും. എന്താ ദീന് മുഴുവൻ പണിയാണ്. ഈ ഒരൊറ്റ സാധനത്തിനെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ തല പോകുന്നത് നോക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ദീനാകെ ഇവിടെയാണ്. അല്ലത് യുവസ്വിസു ഒരൊറ്റ കാര്യം പറഞ്ഞ ദീന ഖുർആൻ അവസാനിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യമില്ല. ഖുൽ അഊദു ബിറബ്ബിന്നാസ് പറ, മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇവിടെ വേറെ ആരെങ്കിലും കൈവശപ്പെടുത്തുന്നത് നോക്കണം. ഇവിടെ മറ്റത് കൊണ്ടുപോയി അതിലെന്റെ പ്രശ്നം പറ. എന്തേ പ്രശ്നം? എന്ത്? മദീനയിൽ ഖാസിദായ അബ്ദ് മൂത്തേർത്ത് മരിച്ചാലോ മദീനയിലാണ് കുട്ടി. നീ എന്ത് വിചാരിച്ച്?
മൂത്തയിടത്ത് മദീനെ പോയിരുന്നിട്ട് മൂത്തയിടത്തെ ഖാസിദായാൽ അവൻ എന്നിട്ട് മറവ് ചെയ്തത് ജനത്തുൽ ബഖീലാണ്. അവൻ ജനത്തുൽ ബഖീലാവൂല. അത് അവന്റെ ജസദിന്റെ തൗഫീഖ് മാത്രമേ ഇരിക്കും, അവന്റെ റൂഹിന് ആ തൗഫീഖ് ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു മദീനയിൽ ഖബറുള്ള എത്രയോ ആളുകൾ പഴൂരുണ്ടാവും. അവന്റെ ഖബർ മദീനയിലിരിക്കും. അവർ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ഒരു സെക്കൻഡ് ഉണ്ടാവില്ല. മുസ്തഫ നബി നോട്ടത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ പറക്കബറ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ നോട്ടത്തിൽ അവിടുത്തെ നോട്ടം എത്തുന്നത് മുഴുവൻ മദീനയാണ്. ഹബീബിന്റെ നോട്ടം എത്തിയാൽ എല്ലാം മദീനയാണ്. മുഅ്മിനെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ശരിയാക്ക്. ഇവിടുത്തെ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഇവിടെ നാശമാണ് നോക്കണം. ഇവിടെ വേറൊരാൾ അടിമപ്പെടുത്തി കൊണ്ടുപോകണത് നോക്കണമേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ വേറുള്ള ഒരു അടിമപ്പെടുത്തി കൊണ്ടുപോകണം നോക്കണം. ഇവിടെ തന്നെ ഇത്രയേ ഉള്ളൂ. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. മനുഷ്യൻ എന്നാൽ പകുതി ഹൃദയവും പകുതി നാവുമാണ്. പിന്നെയുള്ളത് മാംസവും രക്തവുമാകുന്ന കോലമാണ്. അതിന് യാതൊരു ബലയും ഇല്ല. ആകെ ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. മനുഷ്യന്റെ പകുതി ഹൃദയവും പകുതി രണ്ടു പകുതി പറഞ്ഞാൽ പിന്നെ മൂന്നാമതുണ്ടോ? മനസ്സിലായ? മനുഷ്യൻ എന്നാൽ എത്രയേ ഉള്ളൂ? പറക്കുട്ടി, മനുഷ്യൻ എന്നാൽ എത്രയാണ്? ഇത് പകുതിയും അത് പകുതിയും. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ആകെ ഇത്രയും. വേറെ മനുഷ്യല്ല. ആകെ മനുഷ്യൻ ഇത്രയാണ്. ഇത്ര തന്നെ. ഇവിടെ വിചാരിക്കുക, ഇവിടെ പ്രകടിപ്പിക്കുക. എന്തിനു പേടിക്കണം? ശത്രു നിന്നെ അടിമപ്പെടുത്തിയാൽ നീ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കും. നീ അള്ളാഹുവിന്റെ ഖാസിദാണെങ്കിൽ, ശത്രു നിന്നെ അടിമപ്പെടുത്തിയില്ല, അള്ളാഹിന്റെ ഖാസിദാണെങ്കിലും അള്ളാഹിന്റെ പൊരുത്തത്തിൽ മരിക്കും. ശത്രു നിന്നെ അടിമപ്പെടുത്തി നീ ദുനിയാവിന്റെ ഖാസിദാണെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തല്ലാതെ മരിക്കും. നീ വീട്ടിൽ കിടന്ന് ശഹീദാകും, നീ യുദ്ധക്കളത്തിൽ കിടന്നിട്ട് ഭൗതികവാദിയാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. യുദ്ധക്കളത്തിൽ ഭൗതികവാദിയാവും. യുദ്ധക്കളത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചിട്ട് നരകക്കാരൻ എന്ന് പറഞ്ഞില്ലേ? നബിയുടെ പക്ഷക്കാരനെ പോലും ഹബീബായ നബിയുടെ പക്ഷത്താ യുദ്ധം ചെയ്ത്. ദുനിയാവല്ലാത്തൊരു ലക്ഷ്യവുമില്ല. മാപ്രമാരെ തലയെ തൊപ്പിട്ടിട്ട് കാര്യമില്ല. തല കെട്ടിയാലും അങ്ങനെ തന്നെയാണ്. തലന്റെ ഉള്ളു കെട്ടണം, എന്നിട്ട് തല കെട്ടണം. ദുനിയാവിന്റെ ഖാസിദാവണ്ട. ദുനിയാവിന്റെ ഖാസിദായവന്റെ ഹൃദയത്തിൽ ഇബ്ലീസ് കാഷ്ടിച്ചിട്ടുണ്ട്. പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനിന്റെ ലക്ഷ്യം ആര് മാത്രം? അല്ലാഹു മാത്രം. വേറെ ലക്ഷ്യം മുഅ്മിന് ഇതിനാണ് രാവും പകലും പെറുപെറു പറഞ്ഞ് നടക്കുന്നതാണ്. മൊത്തം പെറുപെറുവല്ലേ? 500 കൊല്ലം പെറുപെറു പറഞ്ഞ കാര്യമില്ല, നന്നാവില്ല. രാവും പോലെ നിൽക്കലല്ല, നന്നാവില്ല. രാവും പകലും ദിക്ർ ചെല്ലുന്ന ചില ആളുകളെ പറ്റി വല്ല പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി. മൂപ്പരെ കൊണ്ട് എൻ്റെ തലയിൽ പെരടിയിൽ അത് കുടുങ്ങി ഉസ്താദ് എന്ത് ചെയ്യുന്ന അറിയാം. എന്താ പണി? രാവും പകലും സലാത്തില്ല. രാവും പകൽ സലാത്തില്ല. ഒരു മോശമാണ് നല്ല പറഞ്ഞ വേന, നല്ലവരാണെന്ന് പറഞ്ഞല്ലോ വേന. നിങ്ങൾ ആളെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഡസൻ കണക്കിന് ആളെ ഹാജരാക്കും. അതിന് കഴിയും. 10-20 കൊല്ലായില്ലേ ഇത് തുടങ്ങിയിട്ട്. നിങ്ങൾ കൂട്ടത്തിൽ പല ആളുകൾ എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പെണ്ണുങ്ങളെന്ന് പറയും, ഉസ്താദേ നിങ്ങളെ ക്ലാസ്സിന് വരുന്ന എന്നാലിനെ ആറാംകുട്ടിനെ കൊണ്ട് കുടുങ്ങി. മൂപ്പർക്ക് രാവും പകലും ദായിമുലുള്ളതാണ്, സലാത്തുമാണ്. എന്നെ നോക്കൂല, മര്യാദയ്ക്ക് ഒരു വർത്തനം പറയില്ല. കെട്ടിയിട്ട് 13 കൊല്ലം ഇക്കാലം വരെ നല്ലൊരു സ്വഭാവം ഞാൻ പെരുമാറിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്വന്തം ഭാര്യയോട് ഭാര്യയെ സന്തോഷിപ്പിക്കാത്തൊരു മനുഷ്യന് രാവും പകലും ദിക്റിലിട്ട് എന്തിട കാര്യം? ദിക്റിലിപ്പിക്കാൻ മുത്തുനബി വന്ന്. എന്തിനാ മുത്തുനബി വന്ന്? നിങ്ങളെ കൊണ്ടൊക്കെ ദിക്റിലിപ്പിക്കാം. എന്നാൽ ചൊല്ലിയൂടെയാണ് ആ ദിക്ർ എന്നല്ലേ അള്ളാഹിന്റെ റസൂൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. ചെലിക്ക് ബലി നമുക്കൊരു ദിക്റാൽക്ക തുടക്കം പറഞ്ഞു. മദീന മക്കത്തിൽ ദിക്റാൽക്കല്ലേ മുത്തുനബി തുടങ്ങുന്നുണ്ട്. മുത്തുനബി വന്നത് അതൊക്കെ നല്ലതല്ലേ? നല്ലതാണ്. ചോറുണ്ടെങ്കിൽ കൂട്ടാൻ നല്ലതാണ്. എന്തിനാ മുത്തുനബി വന്നത്? മുത്തുനബി വന്നത് മജ്‌ലിസ് നൂർ ഏൽപ്പിക്കാനല്ല. അത് നല്ലതല്ലേ? നല്ലതാണ്. ചോറുണ്ടാകണം. മുത്തുനബി വന്നത് സൽസ്വഭാവത്തിന്റെ മഹോന്നത ഭാവങ്ങളെ പൂർത്തീകരിക്കാൻ മുത്തുനബി വന്നത്. മുത്ത് മുഹമ്മദ് മുസ്തഫ കുരങ്ങിന്റെ സ്വഭാവമാണ് പെണ്ണുങ്ങളോട്. ഓൻ എന്ത് ദീനാണുള്ളത്?
കുരങ്ങിന്റെ സ്വഭാവമാണ് അമ്മോശാക്കാനോട് അവനെന്ത് ദീനുള്ളത്? കുരങ്ങിന്റെ സ്വഭാവമാണ് അമ്മായിമാനോട് അവനെന്ത് ദീനുള്ളത്? സംഭവിത്തുക വാങ്കാത്തുക എന്ന് പറഞ്ഞ് കബിൽത്തു മിങ്ക നിക്കാഹ എന്ന് പറഞ്ഞ അന്ന് ബാക്കിലൂടെ 3 ലക്ഷം 2 ലക്ഷം വാങ്ങിയ അന്ന് അയാൾക്കൊരു കൈ കൊടുത്തതാണ്. പിന്നെ 35 കൊല്ലം കഴിഞ്ഞിട്ട് കാലം വരെ അയാൾക്കൊന്ന് കൈ കൊടുത്തില്ല. രാവും പല പുറു എന്ത് കൊന്താ ചങ്ങായി കാട്ടി നടക്കുന്നത്? എന്ത് പെറുപെറുടെ ചങ്ങായി? എന്തിനാ മുത്തനബി വന്നത്? അതൊക്കെ നല്ലതല്ലേ? തുണി കൊടുത്താൽ തലയെ കിട്ടുന്ന നല്ലതാണ്, അല്ലെങ്കിൽ പിരാന്ത് എന്ന് പറയും. ഭാര്യയോട് പുഞ്ചിരിക്കൽ ദിക്റാണ്, കുഞ്ഞുങ്ങളെ ചുംബിക്കൽ ദിക്റാണ്, ഭാര്യയെ ചുംബിക്കൽ ദിക്റാണ്, ഉമ്മയോട് മാന്യമായി പെരുമാറൽ ദിക്റാണ്. ഉമ്മ രോഗിയായി കിടക്കുന്ന ഉമ്മാണ് കട്ടിലിന്റെ അടുത്ത് വന്നിരിക്കുന്നതടാ 10,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലതാണ്. എന്റെ ആയിരത്തിൽ കോടാനക്കോടി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ മംഗള വർത്താനം എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഉമ്മാന്റെ അടുത്തൊന്ന് വന്നിരുന്നു, ഉമ്മാനോട് എന്റെ മംഗള വർത്താനം. ഉമ്മ പുളിച്ചയ്യെ തറന്നു, അപ്പോഴും ചിരിച്ചു. അതാണ് ദിക്റ്. ഉമ്മ ദേഷ്യപ്പെട്ടു. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് അമ്മോശാക്ക 10 പകരം നമുക്ക് ചെയ്തില്ല. എന്നാലും എന്തുകൊണ്ട്? എന്നാലും അയാള് ഒരു പെണ്ണിനെ പോറ്റി വളർത്തി നമുക്ക് തന്നില്ലേ? നമ്മളെ എല്ലാ സുഖത്തിനും സൗകര്യത്തിനും നമ്മളെ പെൺകുട്ടിനെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മളെ സുഖത്തിനും സൗകര്യത്തിനും ആരാൻ്റെ കുട്ടിനെ കിട്ടും? പറയും മനുഷ്യന്മാരെ, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി 10-18 വയസ്സ് കഴിഞ്ഞ് എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടൊരു വെള്ളം കാച്ചുന്ന സമയമായപ്പോൾ ആ ഉപകാരം അയാൾ എടുത്തില്ല, ഇരിച്ചുകൊണ്ടിരിക്കും. അതല്ലേ സംഭവിച്ചുക? അല്ലേ പറയും മനുഷ്യന്മാരെ, അതല്ലേ സംഭവിച്ചുക? അതല്ലേ സംഭവിച്ചുക? ഖബിൽതു മിൻക നിക്കാഹ. ചിന്തിക്കണം. അമ്മോശാക്ക ഉപകാരം ചെയ്യില്ല. അമ്മോശാക്ക എങ്ങനെയാ ഉപകാരം ചെയ്തില്ല എന്ന് പറയാ? അമ്മോശാക്കാന്റെ ഉപകാരടാ ഇന്നലെ രാത്രിക്ക് അനുഭവിച്ച്. അതാണ് അമ്മോശാക്ക ഇതിന്റെ ഉപകാരം. ഇന്നലെ ഒരു പെണ്ണിന്റെ കൂടെ നീ കിടന്നുറങ്ങിയില്ലേ? അതാണ് അമ്മോശാക്കന്റെ ഉപകാരം. ആ ഉപകാരത്തിന് തിരിച്ച് നന്ദി ചെയ്യാൻ നിനക്ക് കഴിയില്ല. ചിന്തിക്കണം. കുറ്റം മാത്രം നോക്കി നടക്കരുത്. ഒരു പേടിയും വേണ്ട യഖീനുള്ള മുഅ്മിനെ, ഒരു പേടിയും വേണ്ട. എടാ, പുഞ്ചിരിക്കൽ സ്വതക്കയാണ്. ഒരു മനുഷ്യന്റെ കൈ പിടിക്കൽ സ്വതക്കയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൈ പിടിച്ചപ്പോൾ അത് മുസ്തഫ നബിയുടെ മില്ലത്തിന്റെ മേലാണെന്ന് വിചാരത്തോടുകൂടെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലി ഒരു മനുഷ്യന്റെ കൈ പിടിച്ചാൽ സകല ദോഷവും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച ദോഷം ഓർത്തു കൊടുക്കും. ആരെങ്കിലും കയ്യോർത്ത മാതിരിയല്ല ഞാൻ കഴിയുന്നത്. എനിക്കിത് ലാഭം എൻ്റെ മുത്തുനബിയാണ്. അവനും ലാഭം ആരാണ്? ആരാണ്? മുത്തുനബിയാണ്. വേറെ ലാഭം ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ബാക്കിയുള്ള കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ആര് നടത്തും? ആ കാര്യം ആര് നടത്തും? അല്ലാഹ്. ഞാൻ അവനെ കയ്യോടുത്തത് അല്ലാഹുമ്മ സ്വല്ലി അലാ, ഈ കൈ ഈ രൂപത്തിലാക്കി തന്നത് പറ. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി. നമ്മൾ ഇങ്ങനെ ആയത് മുത്തുനബി വന്നതുകൊണ്ടാണ്, മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ പരസ്പരം പോരടിച്ച് ജീവിക്കേണ്ടിയിരുന്നു. മനസ്സിലായില്ലേ? ഫദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി. ഏതാ നിഅമത്ത്? ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. ഇർസാൽ മുഹമ്മദ്, ഇൻസാലുൽ ഖുർആൻ, ഇർസാൽ മുഹമ്മദ്. അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താ? ആരയച്ചു തന്നു? മുത്തുനബിയെ ഖുർആൻ ഇറക്കി തരുകയും ചെയ്തതാണ്. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് അരി വാങ്ങി തന്നല്ല, വെള്ളിയാഴ്ച പോത്തർച്ചി നാളെ സൗകര്യം ചെയ്ത് തന്നല്ല. അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് 300 രൂപയുടെ പോത്തർച്ചി മലപ്പുറം ജില്ലയിലെ ചില അങ്ങാടിയിലൊക്കെ ഈ ആഴ്ച മുതൽ പൈസ കമ്മിയായ കാലമായതുകൊണ്ട് 200 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് പോത്തർച്ചിക്ക് 100 രൂപ കുറച്ചു. അങ്ങനെയാണെന്നാണ് മലപ്പുറം ജില്ലക്കാരായ നമ്മൾ വിചാരിക്കുന്നത്. അതല്ല, പാത്രച്ചിക്ക് 10 രൂപയോ 100 രൂപ കുറയല്ല. അല്ലാഹ് നിഅമത്ത് 2 കാര്യം ചെയ്തു തന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫാനെ അയച്ചു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങി തന്നപ്പോൾ നമ്മളെല്ലാം ഒന്നായി. നമ്മളൊക്കെ ഒന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹ് നമ്മളെ മനുഷ്യരാക്കി. നമ്മളൊന്നാണ്. മനുഷ്യരാക്കി. അവൻ എൻ്റെ ശത്രുവാണ്, നല്ല മനുഷ്യനാണ്. അവൻ്റെ ശത്രുവാണ്, നല്ല മനുഷ്യനാണ്. അവൻ്റെ സാഹചര്യം അവനെ നാശാക്കിയതാവും. അവൻ നന്നാക്കാൻ അല്ലാഹു കഴിയും. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു ഏൽപ്പിക്ക്. എന്ത് പ്രശ്നം?
മുഅ്മിനായ അബ്ദിന് യാതൊരു പ്രശ്നവുമില്ല. അസ്ബാബിനെ തേടണ്ടേ, അസ്ബാബിനെ കാര്യകാരണങ്ങളെ തേടണ്ടേ എന്ന് കേടണം. അത് അല്ലാഹു അവനോട് കൽപ്പിച്ചത് കൊണ്ട്. പക്ഷെ അവൻ അവലംബിക്കുന്നില്ല. അവലംബിക്കൽ ആരാണ്? അവനാണ്. ഒരു മകനെ പോറ്റി വളർത്തി, കണ്ണു തുറന്ന് ചെവി തുറന്ന് കേൾക്ക്. ഒരു മകനെ പോറ്റി വളർത്തി, മകന്റെ ഫീസ് അടച്ച്, മകന്റെ ഹോസ്റ്റലിലെ ബില്ലടച്ച്, മകൻ വലിയതായി, മകനെ ദീൻ പഠിപ്പിച്ച്, മകനെ ദുന്യാവ് പഠിപ്പിച്ച്, എന്നിട്ടോ നല്ലൊരു തറവാട്ടുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുത്ത്, അവന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത്, പിന്നെ അവൻ വലിയതായി, അവന് വേണ്ടി നമ്മളെ വീട് വിറ്റാൻ വേണ്ടി നമ്മളെ ഭൂമി വിറ്റ്, നമ്മളെ ഒരുപാട് റവന്യുള്ള ഏരിയ വിറ്റ്, എന്നിട്ട് ഫീസടച്ച് കട്ടപ്പെട്ട് വെയിൽ കൊണ്ട് ആരാനോട് ഇരന്ന് വാങ്ങിയാൽ ഈ കടം വാങ്ങി, പിന്നെ കട്ടപ്പെട്ട് കടം വീട്ടി, അങ്ങനെയൊക്കെ നമ്മൾ മകനെ പോറ്റി വളർത്തി. മകൻ നല്ലൊരു സ്ഥാനത്തെത്തി. മകൻ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല, അൽഹംദുലില്ലാ. നമ്മളെ നോക്കി, അൽഹംദുലില്ലാ. മകൻ നമ്മളെ നോക്കിയില്ല, അൽഹംദുലില്ലാ. മകൻ നമ്മളെ നോക്കുന്നതിനേക്കാൾ നല്ലത് മകൻ നമ്മളെ നോക്കാതിരിക്കലാണ്. പിന്നെ അവൻ അതിൻ്റെ പേരിൽ കുറ്റല്ലാവരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കാൻ നിർത്താൻ മതി. മകൻ നമ്മളെ നോക്കലും നമ്മൾ നോക്കാതിരിക്കലും നോക്കിയാൽ നമുക്ക് നല്ലത് മകൻ നമ്മളെ നോക്കൽ. എന്തുകൊണ്ട്? മകൻ നമ്മളെ നോക്കുന്നതിനനുസരിച്ച് നമ്മുടെ നഫ്സ് അവനിലേക്ക് ചാഞ്ഞു. മകനും പുറത്തുനിന്ന് വന്ന ഒരാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പുറത്തുനിന്ന് വന്ന ഒരാൾ, ഒരു കസേരയുണ്ട് ഒരു ഹാളിൽ, മകൻ ഒരു പുറത്തുള്ള ഒരാളോട് സംസാരിക്കാം. മകൻ നിന്ന് സംസാരിക്കുക, അതിഥി ഇരുന്നും സംസാരിക്കുക. ഇത് ബാപ്പ കണ്ടപ്പോൾ ബേജാറായി. ബാപ്പ വയസ്സായ തണ്ട, ഒരു 70-75 വയസ്സായിട്ടുണ്ടാവും ആ തണ്ടക്ക്. അയാൾ അകത്ത് പോയിട്ട് എന്ത് ചെയ്ത്, കസേര ചുമന്നുകൊണ്ടെന്ന് മകനിട്ട് കൊടുത്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതങ്ങളിൽപ്പെട്ട കസേര ഇരുന്ന ആൾ ഞാൻ തന്നെയാണ്. അതൊരു 20 കൊല്ലം മുമ്പാണ്. ഇപ്പോഴും എനിക്ക് നോക്കാൻ കഴിയില്ല. ഈ 75 വയസ്സായ തന്ത പ്രാഞ്ചി പോയിട്ട് എന്ത് ചെയ്ത്, തന്ത മെല്ലെ മെല്ലെ ഇറങ്ങിയാണ്. അപ്പൊ മകൻ സംസാരിക്കുകയാണ് എന്നോട്. അപ്പൊ തന്ത ഉള്ളിൽ പോയി കൈ പറിച്ച് വന്നിട്ട് എന്ത് ചെയ്ത്, കസേര ഇട്ട് കൊടുത്ത് മകനെ. എന്തുകൊണ്ട്? ഓന് വലിയ ആളാണ്, കുവൈത്തിൽ കച്ചവടാണ്. ഓട്ടോറിക്ഷ ഓടിക്കണ മക്കൾ വേറെ ഉണ്ടാവും, തിരിഞ്ഞു നോക്കൂല നാട്ടിൽ. നമ്മൾ മക്കളെ പൂറ്റി വളർത്തി, മക്കളെ നോക്കില്ല. എന്ത് പ്രശ്നം? അവൻ കുറ്റത്തിന് ഒഴിവാകാൻ അവൻ നമ്മളെ നോക്കാൻ വിട്ടുകൊടുക്കണം. നമ്മളെ നോക്കേണ്ടവൻ ആരാ? ആരാ? എന്റെ ഉപകാരം ഉപദ്രവം ആരെ കയ്യിലാണ്? പറ, ആരെ കയ്യിലാണ്? പോയിന്റ് മാത്രമേ ഉള്ളൂ. മക്കളെ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. എന്തുകൊണ്ട്? നമ്മളെ കാരണത്താൽ അവനൊരു ശിക്ഷ ഉണ്ടാകരുത്. മറ്റവൻ നോക്കിയാലും നോക്കിയില്ലെങ്കിലും കണക്കാണ്. നമ്മൾ നോക്കേണ്ടവൻ ആരാണ്? അസ്ബഹതു വലാ അംലികു നഫ്സി ലറൻ വലാ നഫഅ. മുഹമ്മദ് മുസ്തഫ. എന്തൊരു പേടിക്ക്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ കുട്ടികളോടാ പറയുന്നത്, ഞാൻ ഈ എൻ്റെ കുട്ടികളോടാ പറയുന്നത്, നിങ്ങളൊക്കെ നല്ല മക്കളാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് എന്തിനും ആരുണ്ട്? അസ്ബാബ് തേടണ്ടേ? ഒക്കെ അസ്ബാബ് തേടണം, ഒക്കെ വേണം. പക്ഷെ നമുക്ക് അവലംബിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. ആരിഫായ മനുഷ്യൻ ഒരു തസ്ബീഹ് ചെയ്തില്ലേൽ മീസാനത് തൂക്കാൻ കഴിയുകയില്ല. സുബ്ഹാനല്ലാഹ്. കേട്ട് എന്താ പറഞ്ഞ്? തസ്ബീഹത്തുൻ വാഹിദത്തുൻ മിനൽ ആരിഫായ മനുഷ്യൻ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ ലാ യസ്നുഹാ മീസാൻ, അത് തൂക്കാൻ ആർക്ക് കഴിയില്ല? മീസാൻ കഴിയില്ല. എന്തേ? ഒരൊറ്റൊന്നും അത്രാക്കാനുണ്ടോ? ഈ യഖീനില്ലാത്തവന് 10,000 തസ്ബീഹ് ചൊല്ലിയാൽ ജഅലഹുല്ലാഹു ഹബാഅൻ മൻസൂറ. ജഅലഹുല്ലാഹു ഹബാഅൻ എന്ന വാക്ക് റസൂലുള്ളാഹി പറഞ്ഞത്. ഹബാഅൻ മൻസൂറ, വിതറക്കപ്പെട്ട ധൂളികളെ പോലെ ആ അമലുകളെ അല്ലാഹു വലിച്ചെറിയും. അല്ലാഹു കാക്കട്ടെ. വിതറപ്പെട്ട ധൂളികൾ എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല? കനൽ വാങ്ങാനാ പറയും സാറേ. എന്തില്ല? കനല്ല. എന്താ കനം? യഖീന്. തിഹാമയിലെ പർവ്വതങ്ങളെക്കാൾ അമൽ കൊണ്ട് ചില ആളുകൾ വരും. തിഹാമയാണ് ഏറ്റവും വലിയ പർവ്വതങ്ങളുള്ള ഏരിയ. തിഹാമയിലെ പർവ്വതങ്ങളെക്കാൾ വലിയ കൂമ്പാരം കൊണ്ട് ചില ആളുകൾ അമലും കൊണ്ടുവരും. അള്ളാഹിന്റെ കോടതിയിലെത്തിയാൽ ജഅലഹുല്ലാഹു ഹബാഅൻ
വിതറപ്പെട്ട ധൂളികളായി. അതാ ഞാൻ പറഞ്ഞു ഒരു സ്വഭാവം നന്നാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു സ്വഭാവം നന്നാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വരുമാനമുള്ള മക്കളോടൊരു സ്വഭാവം, വരുമാനമില്ലാത്ത മക്കളോടൊരു സ്വഭാവം. എന്തേ അവലംബിക്കുന്ന അള്ളാനെയല്ല. എന്നിട്ട് രാവും പാലും പിറുപിറുകില്ലു. വരുമാനമുള്ള മക്കളോടും അവന്റെ ഭാര്യയോട് നല്ല സ്വഭാവം. വരുമാനമുള്ള മക്കളുടെ കുട്ടിയൊക്കെ ദീനമായാൽ അന്ന് 3 ദിവസം ബാപ്പയും ഉമ്മയും തന്നെ ആശുപത്രി കിടന്നുറങ്ങുന്നതിലേക്ക് ഒരു ബേജാറുമില്ല. വരുമാനം ഇല്ലാത്തവന്റെ കുട്ടിക്ക് ക്യാൻസർ ആയാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക. ആരാ പതിനൊക്കെ ആശുപത്രി കൊണ്ടുപോകാൻ ആർക്കാപ്പെട്ട ഒഴിവ് എന്നും പറയും. വയസ്സെത്ര 80. ആരോടാ തവക്കുല്? ആരെപ്പ ഏൽപ്പിച്ചത്? ഓന്റെ പടച്ചവനാരാ? ഈ വല്യാപ്പാന്റെ പടച്ചവനാരാ? ഹവയേക്കാൾ വലിയൊരു ഇലാഹുമില്ല. അയാൾക്ക് ഹവയല്ലാത്ത വേറൊരു ഇലാഹുമില്ല. ചിന്തിക്കേ. എന്തിന് ബേജാറാണ്? എന്തിന് ബേജാറ്? മുഅ്മിനീങ്ങളല്ലേ. നമ്മളെ കാര്യം ആരും നടത്തും. പറച്ചു പോക്കാൻ മുഅ്മിനായ മനുഷ്യൻ കൃഷി ഉണ്ടായി, വിത്തെറിഞ്ഞു, കൃഷി ഉണ്ടായി. കൃഷി അവൻ സംരക്ഷിക്കും, അള്ളാഹുവിൽ ഏൽപ്പിക്കും. കൃഷി ഉണങ്ങിപ്പോയി, എന്നാലും അവൻ അങ്ങനെ തന്നെ അള്ളാഹുവിൽ ഏൽപ്പിക്കും. കൃഷി ഉണ്ടാക്കൽ അവൻ്റെ ഉത്തരവാദിത്വം. കൃഷി ഉണങ്ങലും ഉണങ്ങാതിരിക്കലും അള്ളാഹുടെ ഉത്തരവാദിത്വം. കൃഷി ഉണ്ടായാലും അവൻ ഒരേ മനസ്സായിരിക്കും, കൃഷി ഇല്ലെങ്കിലും മനസ്സായിരിക്കും. കൃഷി എന്നാൽ അവൻ അള്ളാഹുക്ക് കൂടുതൽ ശുക്ർ ചെയ്യും, കൃഷി ഇല്ലെങ്കിലും അള്ളാഹുക്ക് ശുക്ർ ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അവന്റെ കാര്യം നടത്തേണ്ടത് ആരാ? അല്ലാഹു. ചിന്തിക്ക്. കാര്യം നടന്നാലും അൽഹംദുലില്ലാഹ്, കാര്യം നടന്നില്ലെങ്കിലും അൽഹംദുലില്ലാഹ്. ഞങ്ങൾ കുറച്ചാളുകൾ ഫലസ്തീനിൽ പോകാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു 2006. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ 10-11 മണിക്ക് എല്ലാവരും എയർപോർട്ടിലെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാഞ്ഞ എയർപോർട്ടിലെത്തി. ഓമന്നില്ല. 2006 ഞങ്ങൾ കുറച്ചു നേരം കാത്ത് ഓമന്നില്ല. പിന്നെ കുറച്ചു നേരം കാത്ത് ഓമന്നില്ല. ഇന്നും വന്നില്ല. എത്ര കൊല്ലായി? 14 കൊല്ലം കഴിഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ചൂടായി. പറ്റിച്ചതാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, മറ്റൊന്നാണോ, മറിച്ചത് കേസ് കൊടുക്കണം. ഇപ്പൊ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഭയങ്കര ചൂട്. പത്രക്കാരെ ഭയങ്കര ചൂട്. ആ കൂട്ടത്തിൽ പൈസ കൊടുത്തിരുന്നു അത്തിപ്പറ്റ മുസ്ലിം. എയർപോർട്ടിലെ ആ പള്ളിയിൽ വെച്ചിട്ടാണ് ഇത് ഈ കോലാഹലൊക്കെ നടക്കുന്നത്. കുറെ നേരം മൂപ്പര് അങ്ങനെ പുറത്തേക്ക് മാറി മൂപ്പര് ദിക്റില്ലായിരുന്നു കുറെ നേരം. അതൊക്കെ കഴിഞ്ഞത് മൂപ്പര് എല്ലാവരും വിളിച്ച് കൈയൊട്ടി നിങ്ങളെവിടുക്കാ പോണെന്ന് ചോദിച്ചു. നിങ്ങളെവിടുക്കാ പോണതെന്ന് വെച്ച് ബൈത്തുൽ മുഖദ്ദസിലല്ലേ ചോദിച്ചാൽ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്ത് ചെയ്താൽ തന്നെ അമലിന്റെ കൂലിയിട്ട് നിങ്ങൾ വീട്ടിൽ ചോദിച്ചു. നിങ്ങളത് നിയ്യത്ത് ചെയ്ത് ഇറങ്ങിയതല്ലേ ചോദിച്ചാൽ ആണ്. അപ്പം നിങ്ങൾക്ക് കൂലി കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചോദിച്ചു. മനസ്സിലായി. നിങ്ങൾക്ക് 10 ദിവസം അവിടെ പോയി തെണ്ടി നടക്കുന്നത് ഇവിടെ കച്ചവടം ചെയ്യാം. നമുക്ക് ഉപകാരം കിട്ടിയത് നമുക്ക് ഈ 10 ദിവസം നമുക്ക് കച്ചവടം ചെയ്യാം. കൂലി പൊരേന്ന് പുറത്തിറങ്ങുന്നതോടുകൂടെ തന്നെ കിട്ടും ചെയ്തു. നമുക്ക് ബൈത്തുൽ മുഖദ്ദസിൽ പോകാതെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ കൂലി കിട്ടി. ഈ 10 ദിവസം നമുക്ക് ഇവിടെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതും കിട്ടി. പിന്നെ അവന് പൈസയൊക്കെ വിചാരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ തന്നെ അവൻ വിചാരിച്ചിരുന്നു. പക്ഷെ വേറെ എന്തോ ഒരു പ്രയാസത്തെപ്പെട്ട് പൈസ അതിലേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ ഒരു സാധുവായ മനുഷ്യനെ സഹായിച്ച കൂലിയും കിട്ടി. എത്രയാണ് ഒരു സാധുവായ മനുഷ്യനെ സഹായിച്ചാലുണ്ടായ കൂലി? ചെറിയ പൈസയൊന്നുമല്ല. ലക്ഷത്തോളം ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു സാധുവായ മനുഷ്യനെ നമ്മളെല്ലാവരും കൂടി സഹായിച്ചു. 40 ലക്ഷം ഉറുപ്പ്യ അവനാണ് കൊടുത്ത് നമ്മൾ സഹായിച്ചു. നിങ്ങൾ ആരോടെങ്കിലും വന്നിട്ട് കാര്യം പറഞ്ഞാൽ 10,000 ഉറുപ്പ്യ വരെ ഞങ്ങൾ കൊടുക്കൂല. അതേ സമയത്ത് കുടുങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു. അവനെ 40 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് സഹായിക്കാനും അല്ലാഹു നമുക്ക് അവസരം നൽകി. നമുക്ക് 10 ദിവസം ലാഭവും കിട്ടി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി പള്ളിയിൽ പോയി ഇരക്കാതെ അവന്റെ കാര്യം നടത്തി കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് തന്നു. 10 ദിവസം നമുക്കിവിടെ കച്ചവടം ചെയ്യാം. അതിന്റെ പൈസ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ ഇന്ന് നേരം എടുത്തിട്ടില്ല. അൽ-ഫാത്തിഹ പോയിക്കൊള്ളി. പഠിച്ചവനെ അവൻ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ. ഇവരെല്ലാവരും വളരെ പ്രയാസത്തിലാണ്. 3-4 കൊല്ലം കൊണ്ട് നാട്ടുകാർ പൈസ മടക്കി കൊടുത്തു. ഓനൊന്നും കണ്ടിട്ടില്ല. പൈസ എല്ലാവരും കൊടുത്തു. ആളില്ല, പൈസ അങ്ങനെ വരും. ഓനെവിടെയാണ്? അല്ലാഹു അഅലം. അൽഹംദുലില്ലാഹ്.
മനസ്സിലാവും. എന്താ ബുദ്ധിമുട്ട് പെട്ടെന്നാണ് ആ മനുഷ്യൻ്റെ ദുആ. അതാ പറഞ്ഞത് ആരിഫിന്റെ ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ജാതി മീതിയും കുട്ടികളെ പോലീസ് സ്റ്റേഷൻ കിട്ടൂല. കടക്ക കുപ്പായിട്ടിന് വലിയാക അബുൽ ഹസൻ ഷാദുലി പാറയുടെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് നാവ് പുഴുക്കുഞ്ഞങ്ങായി എന്ന് വിചാരിച്ച് അബുൽ ഹസൻ ഷാദുലി കടക്ക കുപ്പായിടുക. കടക്ക കുപ്പായിടും ചുളിഞ്ഞ മാറ്റും. ലോകം കണ്ട അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ, ലോകം കണ്ട അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ, ആകാശഭൂമി കണ്ട അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആളുകളിൽപ്പെട്ട മഹാനാണ് ആര്? അബുൽ ഹസൻ ഷാദുലി. മൊറോക്കോയിലും മിസറിലും കിട്ടുന്ന ഏറ്റവും നല്ല പെർഫ്യൂം ഉപയോഗിക്കുള്ളൂ. പണക്കാട് നിന്ന് പുറത്തിറങ്ങിയാൽ നേരെ കാസർകോട്ടേക്ക് പോകും. കണ്ണൂരെത്തിയാൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ദീനിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് തങ്ങൾ വരുന്ന വിവരം അറിയും, അല്ലെങ്കിൽ തങ്ങളെ ആളുകൾ വിവരം അറിയിക്കും. തങ്ങൾ വരുന്നുണ്ട്. കണ്ണൂരെത്തിയാൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പരിപാടി പങ്കെടുക്കും. കണ്ണൂരിറങ്ങും തങ്ങള്. കണ്ണൂരിറങ്ങിയാൽ എന്ത് ചെയ്യും? ആ കുപ്പായം മാറ്റും, വെറുപ്പാടും. ഈ ദുനിയാവിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പെർഫ്യൂമാണ് തേച്ചത്. ആര്? ശിഹാബങ്ങൾ. മലയാളിയല്ല, അള്ളാന്റെ മലയാളി. എന്ത് വരുമാനം? ഒന്നുമില്ല. 500 ഇങ്ങോട്ട് കൊടുത്താൽ വേറെ അങ്ങനെ കൊടുക്കും. എന്റെ വാപ്പാന്റെ അടുത്ത് എത്രയോ 500 ഉണ്ടായിരുന്നു ശിഹാബങ്ങൾ കൊടുത്തത്. ഒരാളിങ്ങനെ കൊടുക്കും, അടുത്താക്ക് അങ്ങനെ കൊടുക്കും. അപ്പോൾ എന്താ കിട്ടുന്ന അങ്ങനെ കൊടുക്കും. എന്റെ വാപ്പ ഓരോ വിഷയത്തിനും തങ്ങളോട് പോയി പറയും. തങ്ങൾ അപ്പോൾ കിട്ടുന്ന നോട്ട് ഇങ്ങനെ വാപ്പ അത് കെട്ടി വെക്കും, വാപ്പ എടുത്തു കൊടുക്കും. അങ്ങനെ ഒരുപാട് വാപ്പാരുണ്ടായിരുന്നു, വാപ്പാരുമാരുണ്ടായിരുന്നു തങ്ങളെ പൈസയും കൂടെ ജീവിച്ചത്. തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരികയാണ് തങ്ങൾ. അപ്പൊ കൂടെ പ്രധാനപ്പെട്ട KP ഹസനാജിന്റെ ആൾക്കാർ അനുസ്മരിച്ചിട്ടുണ്ട്. KP ഹസനാജി കൂടെ ഉണ്ട് കാറില്. ജ്വല്ലറി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചിങ്ങനെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരികയാണ്. കാർ കയറിയപ്പോൾ പ്രധാനപ്പെട്ട തൃശ്ശൂരിലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരിക തങ്ങള്. കാറിൽ കയറിയപ്പോൾ ജ്വല്ലറിക്കാർ എന്ത് ചെയ്ത് വലിയ ഒരു പെട്ടി കൊണ്ടുവന്ന് കാറിൽ വെച്ചു കൊടുത്ത്. കാറ് ഇങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ തങ്ങള് ഒന്ന് ആ പെട്ടി ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കി. തൊട്ടടുത്ത് KP ഹസനാജിക്കും കാണിച്ചു കൊടുത്ത്. അപ്പൊ ഹസനാജി പറയാണ്, ഒരു 10 പവനിൽ ചുരുങ്ങൂല. ചുരുങ്ങിയത് 10 പവനുണ്ടാവും, ചുരുങ്ങൂല. പ്രഥമ കിട്ടിയ 10 പവനില്ല, കൂടെ അല്ലാതെ കുറയില്ല. അതിങ്ങനെ ഇട്ട് വെച്ച്. പിന്നെ ഹസനാജി ഇങ്ങനെ ആലോചിച്ച് എവിടുക്ക ഇയാൾ ഇതൊക്കെ കൊണ്ടുപോണ്. ഒരു ഇൻകാർ വന്നു തങ്ങളെ പറ്റി. ആർക്ക്? ഹസനാജിക്ക്. എന്തിനാണ് ഇയാളെ പോലത്തെ ഇത് കൊടുക്കുന്നത്? ഇതിങ്ങനെ ദിവസം ജ്വല്ലറി ഉദ്ഘാടനം കിട്ടുമല്ലേ, എവിടുക്കാൻ പേരും ഒക്കെ കൊണ്ടുപോണ്. അങ്ങനെ വന്നു. കോട്ടക്കലെത്തി. കോട്ടക്കൽ ട്രാഫിക് ജാമും. തങ്ങളെ കാറങ്ങനെ നിർത്തിയിട്ട് കുറച്ച് നേരം. അപ്പോൾ റോഡ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസും പിടിച്ചൊരു തള്ളങ്ങനെ നിന്നു. കുറച്ചു നേരം നോക്കിയപ്പോൾ തള്ളക്ക് മനസ്സിലായി കാറിലുള്ള ആള് ശബളാണ്. അപ്പം അങ്ങനെ പാഞ്ഞു വന്നു. അപ്പോൾ കാറിന്റെ ചില്ല് താറ്റി തങ്ങളെ അടുത്ത ആഴ്ച എൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പം കുട്ടീൻ്റെ കല്യാണം ഒന്നും ആയിട്ടില്ല, നിങ്ങൾ ദ്വാരക്കി നടന്നു. വേഗം ആ പെട്ടിയെടുത്ത് വണ്ടി കൊടുക്കണം. ഉയർത്തിയ തങ്ങള്. എന്റെ കാരണം ഞങ്ങളെ നേതാവ് പാറയുടെ അന്ത്യ അങ്ങനെ തന്നെയല്ലേ? അതാണടാ ഞങ്ങളെ നേതാവ്. ധൈര്യത്തിൽ പറ, അതാണ് ഞങ്ങളുടെ നേതാവ്. ധൈര്യത്തിൽ അതാണ് ഞങ്ങളുടെ നേതാവ്. ഇന്ത്യയിലും കോടിക്കണക്കായ മനുഷ്യന്മാർ കരഞ്ഞില്ല മനുഷ്യൻ മരിച്ചപ്പോ. എന്റെ മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയാ. രാവും പകലും ഇങ്ങനെ വിചാരിച്ച മാതിരി പണിയൊന്നുമില്ല നിങ്ങൾക്ക്. തങ്ങൾ രാവും പകലും ഇതാക്കിയതാണ്. ഏതാണ് അതൊക്കെ? മുസഫയായ കൽബാണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയാണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അഭിമാനത്തോടെ പറയാം, അതാണ് ഞങ്ങളുടെ നേതാവ്. അള്ളാഹു തആല ഒരു ദർജ. ഇന്നലെ ഞാൻ നമ്മളെ മരിച്ചുപോയില്ലേ, 1000 കൊല്ലം മുമ്പൊന്നുമല്ല. നേതാവ് അത്തിപ്പച്ചിൽ കിടക്കണില്ല, ഒരു നേതാവ് ഒന്ന് പണക്കാട് കിടക്കണില്ല. അവർക്ക് മുഅ്മിനീങ്ങൾ ചിന്തിക്കും. വാഴക്കാട് ഒരാൾ കിടക്കുന്നത്, വേറെ കുറച്ചാളുകൾ പുതിയങ്ങാടി കിടക്കുന്നത്, അതൊക്കെ നേതാക്കന്മാര് എന്തേ അവർ അള്ളാഹുവിൽ സമർപ്പിച്ചു. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. അവരെ അള്ളാഹു അല്ലാത്ത ഒരാളെ അവലംബിച്ചിട്ടേ ഇല്ല. കിട്ടിയതിലെ അവര് അത്ഭുതപ്പെട്ടിട്ടുമില്ല, കിട്ടാത്തതിൽ അവര് ബേജാറായിട്ടുമില്ല. യഖീനിന്റെ ദറജയേക്കാൾ വലിയ ദറജയില്ല. യഖീനിലേക്ക് മടങ്ങണം, യഖീനിലേക്ക് മടങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് എന്ത് ഭാരം. അമലിന്റെ ഭാരം എന്താണ്? പറയാ, അമലിന്റെ ഭാരം എന്താണ്? യഖീൻ. ആരിലുള്ള യഖീൻ? അല്ലാഹുവിലുള്ള യഖീൻ.
അതില്ലെങ്കിലോ ജഅലഹല്ലാഹു ഹബാഅൻ മൻസൂറാ, ജഅലഹല്ലാഹു ഹബാഅൻ മൻസൂറാ. ഈ ചാപ്റ്റർ അവസാനിച്ചില്ല, അടുത്ത ക്ലാസ്സിലും തന്നെ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിനെ അവലംബിക്ക്, യഖീൻ കൊടുക്ക്, യഖീൻ. അലൈഹി തവക്കലൂ, അല്ലാഹുവിൽ അഭയം ചേർന്ന ആളുകൾ അവർ പല കോലത്തിലുണ്ടാവും. ഒരു സാഹിത്യകാരന്മാരുണ്ടാവും, ചിന്തകന്മാരുണ്ടാവും, ഒരു കവികളുണ്ടാവും. അവരല്ലാഹുവിൻ്റെ അടിമകളായി നമ്മൾ കണ്ണു കാലത്തിലാകും. ചിലത് നമ്മൾ പോകണം, നമ്മൾ വിചാരിക്കാത്ത കോലത്തിലായിരിക്കും. ബൈക്ക് മുഹമ്മദ് ബഷീറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ഇന്നോട് ഈ ആഴ്ച ഒരാൾ ചോദിച്ചു. എന്താ അഭിപ്രായം? നമ്മളെപ്പോൾ റിസർച്ചിലല്ല, സാഹിത്യം എഴുതി സമൂഹത്തിന് ചില കാര്യങ്ങളുണ്ടായി. വലിയ യഖീനുള്ള മനുഷ്യനായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കവികളുണ്ടാവും, ചില സാഹിത്യകാരന്മാരുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നുമല്ല. നമ്മളെല്ലാവർക്കും നമ്പറിട്ട് നടക്കണ്ട. നമ്മൾ ഈ നമ്പറിട്ട് നടക്കുന്ന പണി അവസാനിപ്പിക്കണം. അള്ളാന്റെ അടിമകൾ പല കോലത്തിലുണ്ട്. അവർ കവികളുണ്ടാവും, അവർ ചിന്തകന്മാരുണ്ടാവും, സാഹിത്യകാരന്മാരുണ്ടാവും. അള്ളാന്റെ അടിമകളായിരിക്കും. അവർക്ക് അള്ളാഹുവിൽ വല്ലാത്ത വിശ്വാസം ഉണ്ടായിരിക്കും. അവർക്ക് കരുത്ത വിശ്വാസം ഉണ്ടാവും അള്ളാഹുവിൽ. അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കാൻ അള്ളാന്റെ റഹ്മത്ത് യോഗ്യല്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ അടുത്ത ക്ലാസ് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരും നമ്പറിട്ട് മനസ്സിലാക്കണ്ട, ആരും നമ്പറിടണ്ട. അള്ളാന്റെ അടിമകൾ പല കോലത്തിലാണ്. അവരൊക്കെ അള്ളാന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. മനസ്സ് തുറന്നാമേ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുന്റെ അടിമകൾ അള്ളാഹു ആ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മളെ ചേർക്കട്ടെ. നമ്മളെ മുഖത്ത് അള്ളാഹു താല അവന്റെ വെളിച്ചം കൂട്ടിത്തരട്ടെ. നമ്മുടെ മുഖത്ത് അള്ളാഹു അവന്റെ വെളിച്ചം കൂട്ടിത്തരട്ടെ. വെളിച്ചം കെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.